പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് സമായോജനത്തിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എത്ര തരം സമായോജനങ്ങളുണ്ട് എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. തൻ്റെ ചുറ്റുപാടുകളുമായും ഭൗതിക ശേഷികളുടെ ആവശ്യങ്ങളുമായും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന അവസ്ഥയെയാണ് സമായോജനം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. തൻ്റെ ചുറ്റുപാടുകളുമായും ഭൗതിക ശേഷികളുടെ ആവശ്യങ്ങളുമായും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന അവസ്ഥയാണ് സമായോജനം എന്ന് പറയുന്നത്. സമായോജന ക്രിയാതന്ത്രങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മോഹഭംഗങ്ങളിൽ നിന്നും മാനസിക സംഘർഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാനോ പ്രതിരോധിക്കാനോ വേണ്ടി വ്യക്തികൾ സ്വീകരിക്കുന്ന തന്ത്രങ്ങളെ പൊതുവെ പ്രതിരോധ തന്ത്രങ്ങൾ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്ന് വിളിക്കുന്നു. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സമായോജന ക്രിയാതന്ത്രങ്ങൾ എന്ന് നോക്കാം. നിഷേധം, ഡെനിയൽ. അരോചക യാഥാർത്ഥ്യത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടുന്നതിന് യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നതിനെയാണ് നിഷേധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിളിച്ചാൽ വിളി കേട്ടില്ലെന്ന് നടിക്കുക, ഇഷ്ടമില്ലാത്തത് കണ്ടില്ലെന്ന് നടിക്കുക എന്നിവ നിഷേധത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ എന്താണ്? അരോചക യാഥാർത്ഥ്യത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടുന്നതിന് യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നതിനെയാണ് നിഷേധം അല്ലെങ്കിൽ ഡെനിയൽ എന്ന് പറയുന്നത്. വിളിച്ചാൽ വിളി കേട്ടില്ലെന്ന് നടിക്കുക, ഇഷ്ടമില്ലാത്തത് കണ്ടില്ലെന്ന് നടിക്കുക എന്നിവ നിഷേധത്തിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് ദമനം, റിപ്രഷൻ. വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളും മറ്റും അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് ദമനം അല്ലെങ്കിൽ റിപ്രഷൻ എന്ന് പറയുന്നത്. മറവിക്ക് പ്രധാന കാരണം ദമനമാണെന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് അഭിപ്രായപ്പെടുന്നു. മറവിക്ക് പ്രധാന കാരണം ദമനമാണെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. എന്താണ്? വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളും മറ്റും അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് ദമനം. അടുത്തത് പ്രക്ഷേപണം, പ്രൊജക്ഷൻ എന്ന് പറയും. ഒരു വ്യക്തി തൻ്റെ കുറ്റങ്ങളുടെയും പരാജയങ്ങളുടെയും കാരണം മറ്റൊരാളിൽ ചുമത്തി സ്വയം രക്ഷപ്പെടുന്ന സമായോജന ക്രിയാതന്ത്രമാണ് പ്രക്ഷേപണം. ഒരു വ്യക്തി തൻ്റെ കുറ്റങ്ങളുടെയും പരാജയങ്ങളുടെയും കാരണം മറ്റൊരാളിൽ ചുമത്തി സ്വയം രക്ഷപ്പെടുന്നതാണ് പ്രൊജക്ഷൻ അല്ലെങ്കിൽ പ്രക്ഷേപണം. പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടി പ്രയാസമേറിയ ചോദ്യത്തിലോ മോശപ്പെട്ട അധ്യയനത്തിലോ കുറ്റം ചുമത്തുന്നത് പ്രക്ഷേപണത്തിന് ഉദാഹരണമാണ്. അടുത്തത് അനുപൂരണം, കോമ്പൻസേഷൻ. ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്തുള്ള മികവ് നേടുന്നതിലൂടെ പോരായ്മ മറയ്ക്കാൻ ശ്രമിക്കുന്ന സമായോജന ക്രിയാതന്ത്രമാണ് അനുപൂരണം. ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്തുള്ള മികവ് നേടുന്നതിന് ആ പോരായ്മ മറയ്ക്കാൻ ശ്രമിക്കുന്നതാണ് അനുപൂരണം അല്ലെങ്കിൽ കോമ്പൻസേഷൻ. പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി കായിക രംഗത്ത് മികവ് പുലർത്തി തൻ്റെ അഭിമാനം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് അനുപൂരണത്തിന് ഉദാഹരണമാണ്. അടുത്തത് താതാത്മ്യീകരണം അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ. തൻ്റെ പോരായ്മകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി മറ്റുള്ളവരുടെ വിജയത്തിലും പ്രസിദ്ധിയിലും ഭാഗഭാക്കായി സംതൃപ്തി കണ്ടെത്തുന്ന സമായോജന ക്രിയാതന്ത്രമാണ് താതാത്മ്യീകരണം. എന്താണ്? തൻ്റെ പോരായ്മകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി മറ്റുള്ളവരുടെ വിജയത്തിലും പ്രസിദ്ധിയിലും ഭാഗഭാക്കായി സംതൃപ്തി കണ്ടെത്തുന്ന സമായോജന ക്രിയാതന്ത്രമാണ് താതാത്മ്യീകരണം. കായിക രംഗത്ത് വേണ്ടത്ര നിപുണത ഇല്ലാത്തവൻ പ്രശസ്തരായ കായിക താരങ്ങളുടെ പേരിൽ അഭിമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് താതാത്മ്യീകരണത്തിന് ഉദാഹരണമാണ്. അടുത്തത് യുക്തീകരണം, റേഷണലൈസേഷൻ. വ്യക്തി തൻ്റെ ബലഹീനതകൾ, പരാജയങ്ങൾ, കഴിവുകേടുകൾ തുടങ്ങിയവയെ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്നതിനെയാണ് യുക്തീകരണം എന്ന് പറയുന്നത്. ഒരു വ്യക്തി തൻ്റെ ബലഹീനതകൾ, പരാജയങ്ങൾ, കഴിവുകേടുകൾ തുടങ്ങിയവയെ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്നതിനെയാണ് യുക്തീകരണം എന്ന് പറയുന്നത്. യുക്തീകരണം രണ്ട് തരത്തിലുണ്ട്. പുളിക്കും മുന്തിരിങ്ങ യുക്തി, മധുരനാരങ്ങ യുക്തി. പുളിക്കും മുന്തിരിങ്ങ യുക്തിനെ സോർ ഗ്രാപ്പിസം എന്നും മധുരനാരങ്ങ യുക്തിനെ സ്വീറ്റ് ലെമണിസം എന്നും പറയും.
ആഗ്രഹിച്ചിട്ടും ലഭിക്കാത്ത ഒന്ന് യഥാർത്ഥത്തിൽ എനിക്ക് ആവശ്യമില്ലാത്തതായിരുന്നു എന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് പുളിക്കും മുന്തിരിങ്ങ യുക്തി എന്ന് പറയുന്നത്. ആഗ്രഹിച്ചിട്ടും ലഭിക്കാത്ത ഒന്ന് യഥാർത്ഥത്തിൽ എനിക്ക് ആവശ്യമില്ലാത്തതായിരുന്നു എന്ന് ന്യായീകരിക്കുന്നത്. ആഗ്രഹിച്ച ജോലി ലഭിക്കാത്ത ഒരാൾ ജോലിയുടെ കാഠിന്യത്തെക്കുറിച്ചും ഉത്തരവാദിത്തത്തെക്കുറിച്ചും വാചാലനാകുന്നത് പുളിക്കും മുന്തിരിങ്ങ യുക്തിക്ക് ഉദാഹരണമാണ്. മാനസികമായി തൃപ്തിയില്ലാതെ ഒന്ന് സ്വീകരിക്കേണ്ടി വന്നാൽ വിഷമം മറച്ചുവെക്കുന്നതിനായി സ്വീകരിച്ചതിനെ വളരെ നല്ലതെന്നും ഉന്നതമെന്നും വിശ്വസിക്കാനും വിശ്വസിപ്പിക്കാനും ശ്രമിക്കുന്നത് മധുരനാരങ്ങ യുക്തി എന്ന സമായോജന ക്രിയാതന്ത്രമാണ്. എന്താണ്? മാനസികമായി സംതൃപ്തിയില്ലാതെ ഒന്ന് സ്വീകരിക്കേണ്ടി വന്നാൽ വിഷമം മറച്ചുവെക്കുന്നതിനായി സ്വീകരിച്ചതിനെ വളരെ നല്ലതെന്നും ഉന്നതമെന്നും വിശ്വസിക്കാനും വിശ്വസിപ്പിക്കാനും ശ്രമിക്കുന്നതാണ് മധുരനാരങ്ങ യുക്തി. ഇഷ്ടമില്ലാത്ത ജോലി സ്വീകരിക്കേണ്ടി വന്നാൽ അവസരത്തിലും അനവസരത്തിലും സ്വീകരിച്ച ജോലിയെക്കുറിച്ച് വാചാലനാവുന്നത് മധുരനാരങ്ങ യുക്തിക്ക് ഉദാഹരണമാണ്. അടുത്തത് ഉദാത്തീകരണം, സബ്ലിമേഷൻ. ഒരു വ്യക്തി അയാൾക്കുണ്ടാകുന്ന ന്യൂനതകളെയും ദുരനുഭവങ്ങളെയും മറ്റും മറികടക്കാൻ വേണ്ടി സമൂഹത്തിന് ഗുണപ്രദമായതും അംഗീകാരം ലഭിക്കുന്നതുമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ട് സംതൃപ്തി നേടുന്നതിനെയാണ് ഉദാത്തീകരണം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് വിളിക്കുന്നത്. മക്കളില്ലാത്ത ദമ്പതിമാർ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സന്നദ്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നത് ഉദാത്തീകരണത്തിന് ഉദാഹരണമാണ്. അടുത്തത് ആക്രമണം, അഗ്രഷൻ. തൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി തടസ്സം നിൽക്കുന്ന കാര്യങ്ങളെ എതിർക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന സമായോജന ക്രിയാതന്ത്രമാണ് ആക്രമണം. തന്നെ അവഹേളിച്ച കുട്ടിയെ ആക്രമിക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. അടുത്തത് പശ്ചാത്താഗമനം അല്ലെങ്കിൽ പ്രതിഗമനം, റിഗ്രഷൻ എന്നും പറയാം. പ്രശ്നങ്ങളെ നേരിട്ട് കൈകാര്യം ചെയ്യാതെ പിൻവാങ്ങി മുൻകാല സമായോജനത്തിലേക്ക് തിരിച്ചു പോകുന്ന പ്രവൃത്തിയെയാണ് പശ്ചാത്ഗമനം അല്ലെങ്കിൽ പ്രതിഗമനം എന്ന് വിളിക്കുന്നത്. മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കാനായി മുതിർന്ന കുട്ടി ശിശുവിനെ പോലെ പെരുമാറുന്നത് പശ്ചാത്ഗമനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ പ്രശ്നങ്ങളെ നേരിട്ട് കൈകാര്യം ചെയ്യാതെ അതിൽ നിന്ന് പിൻവാങ്ങിയിട്ട് മുൻകാല സമായോജനത്തിലേക്ക് തിരിച്ചു പോകുന്ന പ്രവൃത്തിയാണ് പശ്ചാത്ഗമനം എന്ന് പറയുന്നത്. അടുത്തത് ഭ്രമകൽപ്പന, ഫാന്റസി. പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളെക്കുറിച്ച് ദിവാസ്വപ്നം കാണുന്ന ഭ്രമകൽപ്പനയെയും ഒരു സമായോജന ക്രിയാതന്ത്രമായി കണക്കാക്കാറുണ്ട്. പൂർത്തീകരിക്കാനാകാത്ത ആഗ്രഹങ്ങളെക്കുറിച്ച് ദിവാസ്വപ്നം കാണുന്നത്, അതാണ് ഭ്രമകൽപ്പന അല്ലെങ്കിൽ ഫാന്റസി. അടുത്തത് ഒട്ടകപ്പക്ഷി മനോഭാവം, ഓസ്ട്രിച്ച് ആറ്റിറ്റ്യൂഡ്. വിഷമകരമായ അവസ്ഥകൾ നേരിടുമ്പോൾ അറിഞ്ഞില്ലെന്ന് നടിക്കുന്ന പ്രവണതയാണ് ഒട്ടകപ്പക്ഷി മനോഭാവം. എന്താണ്? വിഷമകരമായ അവസ്ഥകൾ നേരിടുമ്പോൾ അറിഞ്ഞില്ലെന്ന് നടിക്കുന്ന പ്രവണതയാണ് ഒട്ടകപ്പക്ഷി മനോഭാവം എന്ന് വിളിക്കുന്നത്. ടീച്ചർ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം അറിയാത്ത കുട്ടികൾ മറ്റെന്തോ ശ്രദ്ധിക്കുന്ന ഭാവത്തിൽ പെരുമാറുന്നത് ഒട്ടകപ്പക്ഷി മനോഭാവത്തിന് ഉദാഹരണമാണ്. അടുത്തത് പിൻവാങ്ങൽ അല്ലെങ്കിൽ വിത്ത്ഡ്രോയിങ്. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പേടിയുള്ളവർ പ്രശ്നങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്ന ക്രിയാതന്ത്രമാണ് പിൻവാങ്ങൽ അല്ലെങ്കിൽ വിത്ത്ഡ്രോവൽ. പ്രതിസ്ഥാപനം, സബ്സ്റ്റിറ്റ്യൂഷൻ. സ്വീകാര്യമല്ലാത്തതോ ഇഷ്ടമല്ലാത്തതോ ലക്ഷ്യം നേടാൻ സാധിക്കാത്തതോ ആയ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അതിൻ്റെ ഉറവിടം മാറ്റി സ്ഥാപിച്ച് രക്ഷ നേടുന്ന സമായോജന ക്രിയാതന്ത്രമാണ് പ്രതിസ്ഥാപനം. ഡോക്ടറാകാൻ ആഗ്രഹിച്ച കുട്ടി ആതുര സേവന രംഗത്ത് മറ്റേതെങ്കിലും തൊഴിൽ നേടിയെടുക്കുന്നത് പ്രതിസ്ഥാപനത്തിന് ഉദാഹരണമാണ്. അടുത്തത് പ്രതിക്രിയാരൂപവൽക്കരണം, റിയാക്ഷൻ ഫോർമേഷൻ. യഥാർത്ഥ സ്വഭാവം മറച്ചുപിടിച്ചുകൊണ്ട് അതിനെതിരായ സ്വഭാവ പ്രകടനങ്ങൾ നടത്തുന്നത് പ്രതിക്രിയാരൂപവൽക്കരണമാണ്. മദ്യപാനം ഇഷ്ടപ്പെടുന്ന ആൾ മദ്യപാന വിപത്തിനെക്കുറിച്ച് വാചാലനാവുന്നത് പ്രതിക്രിയാരൂപവൽക്കരണത്തിന് ഉദാഹരണമാണ്. അടുത്തത് ആദേശനം, ഡിസ്പ്ലേസ്മെന്റ്. പ്രേരകത്തിന്റെ യഥാർത്ഥ സ്വഭാവം മറച്ചുവെച്ച് പ്രവർത്തിക്കുന്ന സമായോജന ക്രിയാതന്ത്രമാണ് ആദേശനം.
മേലുദ്യോഗസ്ഥന്റെ ശകാരം ലഭിച്ച ഉദ്യോഗസ്ഥൻ അയാൾക്ക് തൊട്ടു താഴെയുള്ള ജീവനക്കാരനോട് ദേഷ്യപ്പെട്ടു പെരുമാറുന്നത് ആദേശനത്തിന് ഉദാഹരണമാണ്. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം. ഇത് തന്നെ നന്നായിട്ട് പഠിച്ചു പോയാൽ മതി. ഇതിനപ്പുറത്തേക്കൊന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.